ഹലോ എന്റെ കുപ്പായോ ഇങ്ങോട്ടടി പോണേ ഇങ്ങോട്ടാ പോണേ ഇതിലേവാ ഇതിലേവാ അവിടെ അവിടെ തുറക്കട്ടെ ഇങ്ങോട്ട് വാ കയറി കുട എടുത്ത് മാറ്റട്ടെ കുടയൊക്കെ ഒന്ന് മാറ്റുമോ അപ്പൊ നമ്മള് വീട്ടിൽ നിന്ന് ഇറങ്ങി വീട്ടിൽ നിന്ന് കാറി കയറി കഴിഞ്ഞാൽ ഇതാണ് അവസ്ഥ. കയറി ഒരു 5 മിനിറ്റത്തേക്ക് സ്വൈര്യം തരില്ല, ഒടുക്കത്തെ കൊരയായിരിക്കും. അപ്പൊ നമ്മൾ ഇന്ന് ഒരു റെസ്റ്റോറന്റിലോട്ട് പോവാണ്. വയനാട്ടിലൊരു റെസ്റ്റോറന്റ്, ഡോഗ് ഫ്രണ്ട്ലി ആയിട്ടുള്ള റെസ്റ്റോറന്റ്. ഒരു പ്രശ്നം, വണ്ടി 1 മിനിറ്റ് ഒന്ന് സ്റ്റോപ്പ് ആയിട്ടുണ്ടെങ്കിൽ വീണ്ടും തുടങ്ങും കുറച്ച് നേരത്തേക്ക്. കുറക്കടി നിർത്തിയാ പിന്നെ വഴിയില് പട്ടി പൂച്ച ഒന്നും കാണാൻ പറ്റില്ല, കണ്ടു കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് പോകും. വേറെ വലിയ പ്രശ്നങ്ങൾ പുറത്തുനിന്ന് ആരെങ്കിലും കൈയിട്ടാ ചിലപ്പോ ഒരു കടിയൊക്കെ കിട്ടും. ആള് കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സൈലന്റ് ആയി പുറത്തൊക്കെ നോക്കിയിരിക്കുള്ളൂ. പക്ഷെ അത് വേറെ ഒരു രക്ഷ ഉണ്ടാവില്ല, നമ്മൾ ചെയ്തല്ല കേൾപ്പിക്കൂല. ഇപ്പൊ സൈലന്റ് ആയി കണ്ടോ, ആൾ ഡീസന്റ് ആയിട്ട് അപ്പുറം ഇപ്പറൊക്കെ നോക്കി. ഇതാ നമ്മൾ റെസ്റ്റോറന്റിന്റെ അവിടെ എത്തി. ഇവിടെ തന്നെ ഇവരുടെ ഒരു റിസോർട്ടും ഉണ്ട്. പണ്ട് റിസോർട്ടിലുള്ളവർക്ക് മാത്രമായിട്ടാണ് ഈ റെസ്റ്റോറന്റ് ഉണ്ടായിരുന്നത്, പിന്നെ അത് പബ്ലിക് ആക്കിയതാണ്. ഇതാണ് ഇവരുടെ പാർക്കിംഗ്. ഇതിലെയാണ് ഉള്ളിലേക്ക് കയറി പോകുന്നത്. ഇതിൻ്റെ ഉള്ളിൽ മൊത്തം ഒരു അടിപൊളി ഡിസൈനാണ്. നമ്മൾ ക്യാമറ എടുത്തിട്ട് എവിടെ നോക്കിയാലും ഒരു കിഡിലൻ ഫോട്ടോ ഫ്രെയിം കിട്ടും. വെഡ്ഡിങ് ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ ഒരു സ്പോട്ടാണിത്. ചെടികളാണ് അടുത്ത ഹൈലൈറ്റ്. എവിടെ നോക്കിയാലും ചെടികൾ. അതൊക്കെ കഴിഞ്ഞ് നേരെ കയറി ചെല്ലുമ്പോൾ അതാ വലിയൊരു ഗ്രൗണ്ടാണ്. ഔട്ട്ഡോർ ഫങ്ഷൻസ് ഒക്കെ വെക്കാൻ പറ്റിയ ഒരു സ്ഥലം. ഇവിടെയാണ് ഈ അടുത്ത് ഹാലോവിൻ പാർട്ടിയൊക്കെ നടന്നത്. ഇതാണ് അതിന്റെ ഒരു ചെറിയ വീഡിയോ. നൈറയ്ക്ക് എന്തായാലും സ്ഥലം ഇഷ്ടപ്പെട്ടു. പാഞ്ഞ് നടക്കുന്നുണ്ട് എല്ലായിടത്തൂടെ. നൈറനെ ഫുള്ളായിട്ട് അങ്ങ് അഴിച്ചുവിടാൻ ചെറിയൊരു പേടി. ഇവളുണ്ടല്ലോ വേറെ പൂച്ചേനെയോ അല്ലെങ്കിൽ ഡോഗ്സിനെയോ കണ്ടാൽ പാഞ്ഞങ്ങ് ചെല്ലും. കളിക്കാൻ വേണ്ടിയാണ് ചെല്ലുന്നത്, എന്നാലും ഒരു പേടി. ഇതിന്റെ സൈഡിലൊക്കെ കുറെ ഊഞ്ഞാലൊക്കെ കെട്ടിവെച്ചിട്ടുണ്ട്. ഊഞ്ഞാലി കയറണോ? ഊഞ്ഞാലി കയറണ്ട. കുറെ ഓടിക്കഴിഞ്ഞപ്പോ ആശാത്തി മടുത്ത് കിടപ്പായി. അമ്പലവേല് എടക്കൽ കേവ്സിന്റെ തൊട്ടു താഴെയുള്ള ട്രാവലേഷ്യസ് റെസ്റ്റോറൻ്റ് ആണിത്. ഓടിച്ചെന്ന് ഫുഡൊക്കെ കഴിച്ച് കയ്യും കഴുകി പോകുന്നതിന് പകരം കുറേ നേരം ടൈം സ്പെൻഡ് ചെയ്ത് വിത്ത് ഫാമിലി ഓർ ഫ്രണ്ട്സ് എൻജോയ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ ഒരു സ്പോട്ടാണിത്. അതിന് പറ്റിയ ഫുഡും അടിപൊളി ആംബിയൻസും പിന്നെ ഒരുപാട് ഗെയിംസും ഇവിടെയുണ്ട്. ഇനി നേരെ നൈറയ്ക്ക് ഫുഡ് കൊടുക്കലാണ് അടുത്ത പരിപാടി. പെറ്റ്സിനൊക്കെ ഫുഡ് സെർവ് ചെയ്യാൻ വേണ്ടി സെപ്പറേറ്റ് ഔട്ട്ഡോർ ടേബിൾസ് ഇവിടെ ഉണ്ട്. പിന്നെ അവർക്ക് വേണ്ട സെപ്പറേറ്റ് ഫുഡ് ഐറ്റംസ്. അങ്ങനെ ആക്കിയതാണ് പുറത്തേക്കുള്ളത് അല്ലേ? നൈറ ഫുഡിന് വേണ്ടി ടേബിളിൽ ചാടി കയറി ഇരിപ്പൻ. എങ്ങനെയാണ് ഇരിക്കുന്നത്? ഇവിടെ കേറി വാ. അല്ല ഇവ ഡോഗിന് എന്താ കൊടുക്കാനുള്ള? ഇപ്പോൾ ധാരാളം പെറ്റ്സ് വരുന്ന ഒരു റെസ്റ്റോറൻ്റ് ആണിത്. ഞങ്ങൾ പോയപ്പം വേറെ ഒരു ഗോൾഡൻ വന്നിരുന്നു, സിംബ.
നയറയ്ക്ക് ഫുഡൊക്കെ കൊടുത്ത് അവളെ സെറ്റാക്കി. ഇനി ഞങ്ങൾക്ക് ഫുഡ് അടിക്കണം. വയനാട്ടിൽ ഏറ്റവും അടിപൊളി കോണ്ടിനെന്റൽ ഫുഡ് കിട്ടുന്ന ഒരു സ്പോട്ട് കൂടിയാണ് ട്രാവലീഷ്യസ് റെസ്റ്റോറൻറ്റ്. ഇനി ഇവിടുത്തെ ഗെയിംസ് ഒക്കെ കാണിച്ചു തരാം. ഗ്രൗണ്ടിന്റെ സൈഡിൽ തന്നെ ഒരു ക്യാരംസ് ബോർഡ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബാക്കിയൊക്കെ ഉള്ളത് ഇവിടെയാണ്. 777 കഫേ. ഇതെല്ലാം ഒരു കോമ്പൗണ്ടിന്റെ ഉള്ളിൽ തന്നെയാണുള്ളത്. ഒരു ലോഡ് ഗെയിംസ് ഉണ്ട് ഇവിടെ. ഊനോ, ചെസ്സ്, പാമ്പും കോണി, ലൂഡോ, മോണോപോളി, അങ്ങനെ എന്തൊക്കെയോ ഗെയിംസ് ഉണ്ടായിരുന്നു. അറിയാവുന്നതൊക്കെ ഞങ്ങൾ എടുത്തു വെച്ച് കളിച്ചു. പിന്നെ ഈ കഫേയിലെ മെയിൻ ഒരു ഐറ്റം ആണ് ഹുക്ക. ഒന്നും നോക്കിയില്ല, അതും ഒരെണ്ണം അങ്ങ് ട്രൈ ചെയ്തു. ഒരു ഈവനിങ് അത് മെമ്മറബിൾ ആക്കാൻ കഥയൊക്കെ പറഞ്ഞ് നല്ല ഫുഡും ഗെയിംസൊക്കെ കളിച്ച് എൻജോയ് ചെയ്ത് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു കിഡിലൻ സ്പോട്ട് തന്നെയാണ് ട്രാവലീഷ്യസ് റെസ്റ്റോറൻറ്റ്. ഇത് ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തു. ഇവിടെ പോയിട്ടുള്ളവർ തീർച്ചയായും കമൻറ്റ് ചെയ്യുക. ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ആഗ്രഹിക്കുന്നവർ തീർച്ചയായും ഇവിടെ പോയിട്ട് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്തായാലും ഞങ്ങളെ അറിയിക്കണേ.